സാറേ, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക, ദാറ്റ് മീൻസ് ഒരു വീടോ അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വാങ്ങിക്കുകയാണ്, റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ്. ഇത് അഡ്വൈസബിൾ ആണോ? അതല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ഉണ്ട്? നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരതിൽ ഈ പൈസ ഉണ്ടെങ്കിൽ നേരെ പോയി വീട് വാങ്ങുകയാണ്, അല്ലെങ്കിൽ വീട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ഈ അഗ്രികൾച്ചർ ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ലോണാണ് ഇപ്പോൾ ഹോം ലോൺ. അപ്പോൾ ഹോം ലോണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ 10 വർഷം എന്നുള്ള 15 വർഷം 20 വർഷം ബാക്കിയെല്ലാ ലോണുകളിലെല്ലാം ഷോർട്ട് ടൈം ലോണാണ്. പക്ഷേ ഈ ഹോം ലോൺ എന്നത് ലോങ് ടൈം ലോൺ, ഇപ്പോൾ 10 വർഷം 15 വർഷം 20 വർഷം ഒക്കെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലുള്ള ഈ ഫുൾ എമൗണ്ട് കൊണ്ടുപോയി വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ വെൽത്ത് ക്രിയേഷൻ നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ EMI പോലും നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു മിക്കവരും തയ്യാറാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വേണമെങ്കിൽ ഈ 1 കോടി രൂപ ഇപ്പോൾ താങ്കളുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ട് ഓൾറെഡി, അത് വെച്ച് വീട് വെക്കുന്നില്ല, താങ്കൾ ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ 1 കോടി രൂപയുടെ ലോൺ താങ്കളിപ്പോൾ ഒരു 20 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏകദേശം ഈ ലോൺ തീർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 കോടി രൂപക്ക് പകരം 2 കോടി രൂപ താങ്കൾ ഇത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ EMI ആയിട്ട് തിരിച്ചടിച്ചു കഴിയുമ്പോഴാണ് ഈ ലോൺ തീരുള്ളൂ. 20 വർഷം കൊണ്ട് 2 കോടി രൂപയോളം തിരിച്ചടക്കുമ്പോൾ, അതായത് ഏകദേശം 1 കോടി രൂപയോളം താങ്കളെ സംബന്ധിച്ച് എക്സ്ട്രാ താങ്കൾ അടയ്ക്കേണ്ടി വരും. അതേസമയം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 കോടി രൂപ ഓൺ ആൻ ആവറേജ് 12% റിട്ടേൺ കിട്ടാവുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ 12% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 72 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, അതായത് 72ന് ഇപ്പം നമുക്ക് കിട്ടുന്ന റിട്ടേൺ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും എത്ര വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ള കണക്ക് കിട്ടും. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അതിൻ്റെ അർത്ഥം എന്താ? 6 വർഷം കൂടുന്നവരും ഈ ഒരു എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 1 കോടി രൂപ 6 വർഷം കഴിയുമ്പോൾ എത്രയും 2 കോടി രൂപ. അപ്പോൾ 20 വർഷം കൊണ്ട് നമ്മൾ മൊത്തം അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അടുത്തൊരു 6 വർഷം കൂടി കഴിയുമ്പോൾ ഈ 2 കോടി എത്രയും 4 കോടിയായി. വീണ്ടും 2 വർഷം കൂടി കഴിയുമ്പോൾ, വീണ്ടും ഒരു 6 വർഷം കൂടി കഴിയുമ്പോഴേക്കും ഈ 4 കോടി എത്രയും 8 കോടിയാകും. അപ്പോൾ എത്രയും ടോട്ടൽ 18 വർഷമായിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ നോക്കുക, ലോൺ തീരാൻ വേണ്ടി ഇനി 2 വർഷം കൂടി ഏകദേശം സമയമുണ്ട്. അപ്പോൾ ഈ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 കോടി രൂപ എന്നുള്ളത് ഈ 20 വർഷം കൊണ്ട് ഏകദേശം ഒരു 10 കോടി രൂപ ആയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ലോൺ തീരുന്ന സമയത്ത്, ലോൺ തീരുമ്പോൾ നമുക്ക് ആകെ മൊത്തം 2 കോടി അടയ്ക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 10 കോടി രൂപയുടെ വെൽത്തും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ മറ്റത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫുൾ എമൗണ്ട് വെച്ച് വീട് പണിത് കഴിഞ്ഞാൽ വീട് അവിടെ ഉണ്ടാവും. ഇപ്പം വീടിൻ്റെ അപ്രിസിയേഷൻ അതിപ്പോൾ ലോൺ എടുത്ത് പണിത് കഴിഞ്ഞാൽ വീടിൻ്റെ ആ ഒരു അപ്രിസിയേഷൻ ഈ പറഞ്ഞ 20 വർഷം കൊണ്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ വിഡ്രോ ചെയ്തിട്ട് ആ ലോൺ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ശരിക്കും വളരെ ഒരു മികച്ചൊരു മെത്തേഡാണ്. ഞാനൊരു ഹൗസിംഗ് ലോൺ എടുത്തെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 2-3 ഇരട്ടി നമ്മൾ എക്സ്ട്രാ അത് പേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു എന്തായാലും ഡബിൾ നമ്മൾ പേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ അടയ്ക്കുന്ന എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?